ചലഞ്ചേഴ്സ് എന്ന സിനിമ വളരെ ഹൈപ്പോട് കൂടി വന്നൊരു സിനിമയാണ്. 2024 ഏപ്രിലാണ് സിനിമ തിയേറ്ററുകൾ റിലീസായത്. അതിന്റെ ഡിജിറ്റൽ വേർഷനാണ് കഴിഞ്ഞ മെയ് 17, 2024 OTT വഴി വന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഓവർ റേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. ഓബിയസ്ലി സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് കിട്ടാൻ കാരണം സെൻഡേ തന്നെയാണ്. പക്ഷെ ആ കിട്ടിയ ഹൈപ്പിനുള്ള പടം ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കുഴപ്പമില്ല, പക്ഷെ എവിടെയൊക്കെ ഒരു ലാഗ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ടെന്നീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഓറിയന്റഡ് സിനിമ പോലെ തോന്നിക്കുന്ന ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് ചലഞ്ചേഴ്സ് എന്ന സിനിമ. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ടെന്നീസ് പ്ലെയേഴ്സ് ആയ ഫ്രണ്ട്സ് ഉണ്ട്, ആർട്ടും പാട്രിക്കും. ഇവർക്കിടയിലേക്ക് വേറെ ടെന്നീസ് പ്ലെയർ ആയ സെൻഡേ കയറി വരുന്നു. ശേഷം ഇവരുടെ 3 പേരുടെയും ലൈഫിൽ വരുന്ന റിലേഷൻഷിപ്പിലെ മാറ്റങ്ങളും പ്രശ്നങ്ങളും ടെന്നീസ് കരിയറും ഒക്കെയാണ് സിനിമ പറയുന്നത്. ബട്ട് ഫോർ മീ, എനിക്ക് എവിടെയും ടെന്നീസിനെ കുറിച്ച് കാര്യമായി പറയുന്ന പോലെ തോന്നിയില്ല. ടെന്നീസ് കളിക്കുന്ന 3 പേരുടെ ജീവിത പ്രശ്നമാണ് ശരിക്കും സിനിമ. എന്നാലും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ മേക്കിംഗ് ആണ്. കാര്യമായി പറയാനുള്ള കഥയില്ലെങ്കിലും ആ കഥയുടെ അവതരണം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡയറക്ടർക്ക് സാധിക്കുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, നല്ല വലിച്ചു നീട്ടലാണ് ഈ സിനിമ. മേക്കിംഗ് കൊണ്ട് മാത്രം പിന്നെയും കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. ബട്ട് സിനിമാറ്റോഗ്രഫി വളരെ നല്ലതാണ്. എസ്പെഷ്യലി ടെന്നീസ് കോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ പോകുന്ന ഷോട്ട്സ്, അതുപോലെ തന്നെ സെൻഡേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോളിനെ പുള്ളിക്കാരി അടിക്കുമ്പോൾ നമ്മുടെ നേരെ ആ ബോൾ വരുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു ഷോട്ട്, ക്ലൈമാക്സിലെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്സ്, അതായത് പ്ലേയേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എടുത്തിരിക്കുന്ന കുറച്ച് ഷോട്ട്സ് ഒക്കെ വളരെ രസമായിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമാറ്റോഗ്രഫി ആൻഡ് മേക്കിംഗ് കാണാനേ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. ക്ലൈമാക്സിൽ പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് മാറ്റി വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമായി ഒന്നും തന്നെ ക്ലൈമാക്സിലില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. തുടക്കം മുതലേ നമുക്കിത് ഇങ്ങനെ അവസാനിക്കുമെന്നറിയാം. അതിവര് വീണ്ടും വീണ്ടും കാണിച്ച് വലിച്ച് നീട്ടി പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് ഇടുവാണ് ഇവർ ചെയ്യുന്നത്. ഈ സിനിമ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയല്ല. അതിന്റെ മെയിൻ കാരണം ലാഗാണ്. ഈ സിനിമയുടെ ലാഗ് കടിച്ചു പിടിച്ചിരുന്ന് കണ്ട് അവസാനം നിങ്ങൾക്ക് ഒരു അടിപൊളി ക്ലൈമാക്സ് ഒന്നും അവിടെ കാത്തിരിക്കുന്നില്ല. സാധാ ഒരു ക്ലൈമാക്സേ ഉള്ളൂ. സോ ഹൈപ്പ് മാറ്റിവെച്ച് എക്സ്പെക്ടേഷൻസ് ലോ ആക്കി കണ്ടാൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റും. പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ലതാണ്. എല്ലാ ആക്ടേഴ്സും അവരുടെ റോൾസ് കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സെൻഡേ ആണ് ഈ സിനിമയുടെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഈ സിനിമയുടെ 11 മാസം മുന്നേ ഇറങ്ങിയ ട്രെയിലർ കാരണം കൂടിയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് കിട്ടിയത്. അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ പോയി ട്രെയിലർ എടുത്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. അതിനകത്ത് ഞാൻ കൂടുതൽ കാര്യമൊന്നും പറയുന്നില്ല. സോ ഫൈനൽ വേർഡിക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ആവറേജ്, അത്യാവശ്യം ലാഗൊക്കെ ഉള്ള എന്നാൽ നല്ലപോലെ മേക്ക് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. കാണാൻ പറ്റില്ലാത്ത രീതിയിൽ ലാഗില്ല എങ്കിലും ഉദ്ദേശിച്ച അത്രയും നല്ലതല്ല. സോ സമയമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുനോക്കുക. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ ബിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.